മീനച്ചൽ ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഇതാ എവരെയും കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ ഞാൻ നിൽക്കുന്നത് പാലാ പൊൻകുന്നം റോഡിൽ. നമുക്ക് പാലാ ടൗണിൽ നിന്നും ഉദ്ദേശം 2-2.5 കിലോമീറ്റർ ദൂരം വന്നു കഴിയുമ്പോൾ ഇരിക്കുന്ന നല്ലൊരു പ്രൈം ലൊക്കേഷനിൽ ഇരിക്കുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഇവിടെ കാണുന്നത്. താഴെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഭയങ്കര വ്യൂ പോയിന്റ് ആണ്, നല്ല വ്യൂവിൽ ഇരിക്കുന്നതാണ്. ഒറ്റ നോട്ടത്തിൽ തന്നെ അടിപൊളി വീടെന്ന് നമുക്ക് തോന്നും. അങ്ങനെ തോന്നുക മാത്രമല്ല, നല്ല അടിപൊളി വീട് തന്നെയാണ് നമ്മളിവിടെ കാണുകയും ചെയ്യുക. വീടിന്റെ ഫ്രണ്ട് എലിവേഷൻ ഒന്ന് കാണുകയായിരുന്നു. കിണറ്, ഗേറ്റ് എല്ലാം ഈ സൈഡിലാണ്. നമ്മളിവിടെ ഇതാണ് ടാർ റോഡ്. നമ്മൾ താഴെ നിന്ന് ടാർ റോഡ് കയറി വരുന്ന കണ്ടിരുന്നു. ആ ടാർ റോഡ് കയറി നേരെ ഗേറ്റ് ഇവിടെ സ്ഥാപിച്ചു. ഈ ഗേറ്റ് കടന്നാണ് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുക. ഇതിനകത്ത് മറ്റൊരു ഓപ്ഷൻ കൂടി പറയുവാനുണ്ട്. ഇത് കിണറ് വെള്ളം ഒരിക്കലും പറ്റാത്ത കിണറ് വെള്ളമുണ്ട്. കിണറ് ചുറ്റുമതില് പുറത്തെ പെയിന്റിംഗ് ഒക്കെ ഒന്നും കൂടി ഫിനിഷ് ചെയ്യുവാനായിട്ടുള്ളതാണ്. അതെല്ലാം ഫിനിഷ് ചെയ്ത് തരുന്നതുമാണ്. അപ്പോൾ ഇവിടെ മറ്റൊരു ഓപ്ഷൻ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞത്, വീടിന്റെ അങ്ങേ സൈഡിൽ നിന്നും നമുക്ക് ഇവരുടെ തന്നെ പ്രോപ്പർട്ടിയാണ് തൊട്ടപ്പുറത്ത് കിടക്കുന്നത്. ആ സൈഡിൽ നിന്നും ഗേറ്റ് വയ്ക്കുവാനായിട്ട് ആലോചിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആലോചിച്ച് ഇത് അപ്പുറത്തെ സൈഡിൽ നിന്നും വണ്ടി കയറി നേരെ ഫ്രണ്ടിലേക്ക് വരുവാനായിട്ടുള്ള ഓപ്ഷനും ഉണ്ട്. അപ്പോൾ ആ രീതിയിലും ചെയ്തു തരാൻ പറ്റുന്നതാണ്. ഏത് സൈഡിൽ നിന്നും വാഹനം കയറാവുന്ന രീതിയിൽ ചെയ്തു തരാൻ സാധിക്കുന്നതാണ്. ഇത് 10 സെന്റ് സ്ഥലമാണ്. 1250 സ്ക്വയർ ഫീറ്റ് വീടാണ്. കിണറ് വെള്ളമുണ്ട്, ചുറ്റും മതിലുണ്ട്, ബൗണ്ടറി എല്ലാം കെട്ടിത്തിരിച്ചിട്ടിരിക്കുന്നതാണ്. കൂടുതൽ സ്ഥലം ആഗ്രഹിക്കുന്നവർക്ക് സ്ഥലമായിട്ടും ഇവിടെ കിട്ടുന്നതാണ്. ഇതാണ് വീടിന്റെ ഫ്രണ്ട് എലവേഷൻ. നമുക്ക് അടിപൊളി വീട് തന്നെയാണ് ഇവിടെ കാണാൻ ലഭിക്കുന്നത്. ഞാൻ പറഞ്ഞ പുറത്തെ പണികളൊക്കെ കുറച്ചുകൂടി ഫിനിഷ് ചെയ്യുവാനായിട്ടുണ്ട്. അത് മഴ കാരണം പെയിന്റിങ് ചെയ്യാൻ സാധിക്കുന്നില്ല. രാവിലെ ഒന്ന് പെയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോൾ മഴ പെയ്യും. ആ പെയിന്റ് മുഴുവൻ വെള്ളത്തിൽ പോകും. അതുകൊണ്ട് തന്നെ 2 ദിവസം തെളിവ് കാണാതെ ചെയ്യാൻ പറ്റില്ല എന്നായിരുന്നു ഓണർ പറഞ്ഞത്. ഫ്രണ്ട് ഡോറ് തേക്കൻ തടി കൊണ്ടുള്ള ഫ്രണ്ട് ഡോറാണ്. നല്ലൊരു സിറ്റ് ഔട്ട്. നമ്മൾ നേരെ സ്വീകരണ മുറിയിലേക്ക് കയറി. സ്വീകരണ മുറി നല്ല വലിപ്പമുള്ള സ്വീകരണ മുറി തന്നെയാണ്. ഇവിടെ നല്ലൊരു പാർട്ടീഷൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ ആണ് 2 ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങൾ കണ്ട ഈ സൈഡ് നമുക്ക് കണ്ടിട്ട് നമുക്ക് ഡൈനിങ് ഹാളിന്റെ സൈഡിലേക്ക് പോകാം. ബെഡ്റൂം നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെ. AC-യുടെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ്. ഇതിവിടെ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് ടോയ്ലറ്റ്. ഈ ഡോറ് കാണുന്ന ടോയ്ലറ്റിന്റെ ഡോറാണ്. അപ്പോൾ ഇത്രയും സൗകര്യപ്രദമായ ഒരു സ്ഥലത്ത് കയറ്റവർക്കോ അങ്ങനെയുള്ള വലിയ കയറ്റമുള്ള വഴികളൊന്നുമല്ല. അപ്പോൾ ഇത്രയും സൗകര്യപ്രദമായ ഈ സ്ഥലത്ത് ഇവിടെ ഈ വീട് ഇതുപോലെ ഈ ഒരു വിലയ്ക്ക് 58 ലക്ഷം രൂപ ചോദിക്കുന്നു. നെഗോഷ്യബിൾ എന്നാണ് പറഞ്ഞത്. അപ്പോൾ 58 ലക്ഷം രൂപ ചോദിക്കുന്ന റേറ്റില് ഇതുപോലൊരു സ്ഥലത്ത് ഇതുപോലൊരു വീട് കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു കാര്യം തന്നെയാണ്. ഇപ്പോൾ പാലാ ടൗണിലേക്ക് പോകുവാനായിട്ട് സ്വന്തം വണ്ടി എടുത്തിട്ട് പോവുകയാണെങ്കിൽ ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് കൊണ്ട് ടൗണിലെത്താം. അത്രയും ദൂരമേ ഉള്ളൂ. അതും നല്ല വീതിയുള്ള റോഡ് തന്നെയാണ്. വീടിരിക്കുന്നിടത്ത് വെള്ളപ്പൊക്ക ഭീഷണികളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവിടെയാണ് രണ്ടാമത്തെ ബെഡ്റൂമും അറ്റാച്ച്ഡ് തന്നെയാണ്. നല്ല ജനൽപ്പാളികള് സൗകര്യങ്ങൾ എല്ലാം ചെയ്തിട്ടുണ്ട്. ഇവിടെയും കബോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഒരു ക്വാളിറ്റിയിൽ തന്നെ പണിതിരിക്കുന്ന നല്ലൊരു വീട്. ഇദ്ദേഹത്തിന്റെ ഈ ബിൽഡറുടെ ആദ്യത്തെ സംരംഭമാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും വൃത്തിയായിട്ടും ഏറ്റവും ഭംഗിയായിട്ടും ചെയ്യുവാനായിട്ട് അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെ നല്ല ഒരു പ്രൈം ലൊക്കേഷനിൽ നല്ല രീതിയിൽ ക്വാളിറ്റിയിൽ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന നല്ലൊരു വീടാണ് ഇവിടെ കാണുന്നത്. ഇനി നമുക്ക് നേരെ ഡൈനിങ് ഹാളിലേക്ക് പോകാം. ഇതാണ് നമ്മൾ കയറി വരുന്ന ഡോറ്. നമ്മൾ കണ്ടായിരുന്നു. നല്ല വലിപ്പമുള്ള ഒരു സ്വീകരണ മുറി. അവിടെ നേരെ ജനലൊക്കെ പാളികളൊക്കെ കൊടുത്തിട്ടുണ്ട്.
ഇവിടെയാണ് ഡൈനിങ് ഹാള്, നല്ല വലിപ്പമുള്ള ഒരു ഡൈനിങ് ഹാള്. ഡൈനിങ് ഹാളിനാണെങ്കിൽ ഒരു നല്ലൊരു ഡബിൾ പാളി ജനല് കൊടുത്തുകൊണ്ട് തന്നെ ഒരു നല്ലൊരു ഭംഗി കൂടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം അതിന് അറ്റാച്ച്ഡ് അല്ല, അതിന് പകരം അതിന്റെ ടോയ്ലറ്റ് കോമൺ ആക്കി കൊടുത്തിരിക്കുകയാണ്. 6 വാള് ജനലാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതാണ് കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെ എല്ലാ ബെഡ്റൂമിലും ഫാന്, ട്യൂബ് ലൈറ്റ് അങ്ങനെ എല്ലാ സംവിധാനങ്ങളും ചെയ്തിട്ടുണ്ട്. ഇതാണ് കിച്ചന്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം. അതിന് മുന്നേ ഇവിടെ വാഷ് കൗണ്ടർ, ഇതാണ് കോമൺ ടോയ്ലറ്റ് നമ്മൾ പറഞ്ഞത്. അതിനോട് ചേർന്ന് തന്നെയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുക, കോമൺ വാഷ് കൗണ്ടർ. ഇത് കോമൺ ടോയ്ലറ്റ്. എല്ലാം ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലുകളെല്ലാം ബ്രാൻഡഡ് ആണ്. അതുപോലെ തന്നെ ചൂടുവെള്ളത്തിന്റെ പൈപ്പ് ലൈൻ ഒക്കെ വന്നിട്ടുണ്ട്. ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ ചെയ്യുന്നതാണ്. മാനേജർ ഹോംസ് നിങ്ങൾക്കായി ലോൺ അറേഞ്ച് ചെയ്തു തരുന്നതാണ്. അത് ഏത് ബാങ്കിൽ നിന്ന് ഒട്ടനവധി ആൾക്കാർ വിളിച്ച് ചോദിക്കാറുണ്ട്. പല ബാങ്കിൽ നമുക്ക് ഏകദേശം 14ഓളം ബാങ്കുകളുമായിട്ട് ടൈപ്പ് ഉണ്ട്. അതിൽ ഏത് ബാങ്ക് എന്നുള്ളത് നിങ്ങളുടെ പ്രൊഫൈൽ അനുസരിച്ച് ഇപ്പോൾ നമ്മൾ ഒരു ലോൺ റെഡിയാക്കി, സിവിൽ സ്കോർ ഇല്ലാത്ത ആൾക്ക് വരെ ലോൺ നമ്മൾ റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ പ്രൊഫൈൽ അനുസരിച്ചാണ്. ഇപ്പൊ സിവിൽ സ്കോർ ഇല്ലാത്ത ഒരാളാണ് വരുന്നതെങ്കിൽ അതിനനുസരിച്ച് അങ്ങനെയുള്ള ബാങ്കിൽ നിന്ന് മാത്രമേ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുള്ളൂ. അതാണ് നമ്മൾ പ്രൊഫൈൽ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇവിടെ കിച്ചൺ കണ്ടു, വർക്ക് ഏരിയ കണ്ടു. വർക്ക് ഏരിയയിൽ ഇവിടെ നമ്മുടെ പുകയില്ലാത്ത അടുപ്പ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ചെറിയ ഫാമിലിക്ക് ജീവിക്കാനായിട്ട് പറ്റുന്ന ഏറ്റവും നല്ല അനുയോജ്യമായ ഒരു വീട് എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം നമുക്ക് വളരെ ക്യൂട്ടായിട്ടുള്ള രീതിയിൽ തന്നെ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ തന്നെ, പക്ഷെ നല്ല ഒരു ഒതുക്കമുള്ള നല്ലൊരു വീട്, നല്ല കാഴ്ചയ്ക്ക് നല്ല ഭംഗിയുള്ള ഒരു വീട്. അതൊക്കെയാണ് ഈ വീടിനെ പറ്റി പറയാനായിട്ടുള്ളത്. അപ്പോൾ മറക്കണ്ട, വീഡിയോ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മടിക്കണ്ട. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്താലേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീട് സ്ഥലവും കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒട്ടും മടിക്കണ്ട. എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഫോൺ നമ്പറിലേക്ക് വിളിക്കുക. വീഡിയോയുടെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുതിയ വീഡിയോയുമായി നാളെ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.